ഹേ ഗായ്സ്, അങ്ങനെ നമ്മൾ ഉമ്മമാക്കുള്ള സർപ്രൈസും പ്രാങ്കും ഒക്കെ എടുത്ത് ലൊക്കേഷൻ റീച്ച് ആയിട്ടുണ്ട്. ഒരു സാധനം കൊടുത്ത ഉമ്മ, ഒരു സാധനം നോക്കി നോക്കി സാധനം നോക്കി തുറക്കും ബാക്കി ഫോട്ടോ കണ്ട തുണി പോയ ഏറ്റവും പായതട്ടിക്കണ കുഴപ്പമില്ല. അല്ല ഇത് പാര മേടിച്ചിക്കണേ തശ്ശേരി കൊടുത്താ ശരിയോ. അങ്ങനെ നമ്മൾ സാധനം ഡെലിവറി ചെയ്തു. ഉമ്മക്കാണെങ്കിൽ 100 ചോദ്യങ്ങളും 1000 സംശയങ്ങളാണ്. ആര് കൊടുന്നു, ആര് തന്നു, എപ്പോൾ തന്നു, എങ്ങനെ തന്നു, എന്തെല്ലാത്തിനും ഉത്തരം പറയണമെന്ന് അറിയൂ. ടാക്ടിക്കലി ഞങ്ങൾ പറ്റുന്ന പോലെ എല്ലാത്തിനും ഉത്തരമൊക്കെ പറഞ്ഞ് ബാക്കിയുള്ളതിനെ കൊഴിഞ്ഞു മാറി മെല്ലെ അമ്മമാനെ കൊണ്ട് തുറപ്പിച്ചു. കാരണം അത് കൊടുക്കല്ലേ നമ്മളെ മെയിൻ. അതിനുള്ളിൽ പ്രാങ്ക് ആണല്ലോ. തുറന്നിട്ട് കിട്ടിയാലേ ഇപ്പോൾ ഇത് പ്രാങ്ക് ആവുള്ളൂ. എന്താ ചെയ്യാം. അങ്ങനെ എന്തായാലും കുറച്ച് നേരത്തെ കഷ്ടപ്പാടുകൾക്കൊടുവിൽ ഉമ്മമാനെ കൊണ്ട് എങ്ങനെയൊക്കെയോ പറഞ്ഞ് സമ്മതിപ്പിച്ച് തുറപ്പിച്ചു. ആ മുഖത്തുള്ള പൊലിവ് കാണുമ്പോൾ നമുക്ക് എന്തായാലും പ്രാങ്കാണെന്ന് തോന്നില്ല. പക്ഷെ എന്നാലും നമ്മൾ എന്തായാലും ഇതുവരെ എത്തിയില്ലേ. ഇങ്ങനെ പ്രാങ്കാം. ഇതാണ് മമ്മയുടെ പഴയ ഫോൺ. ഇതിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ പരിതാപകരമാണ്. ഇതിലിപ്പോൾ എന്നൊന്നും കാണാനില്ലാന്നാണ് മമ്മ പറയുന്നത്. ഈ ഫോണിന്റെ ഡിസ്പ്ലേ പറഞ്ഞാൽ നീല, റോസ്, പച്ചമനാണ് ഫുൾ കളർഫുൾ ആണ്. അതുകൊണ്ട് ഇത് നമുക്കൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല. നമ്മളെ പുതിയ ഫോണിന്റെ അൺബോക്സിംഗ് നമ്മൾ കണ്ടിന്യൂ ചെയ്തു. അങ്ങനെ നമ്മളെ പ്രാങ്കിങ് പാട്ടൊക്കെ എത്തി. ഒരു കെട്ട് ചോദ്യങ്ങൾക്ക് നമ്മൾ മറുപടി പറഞ്ഞെങ്കിലും ചോദ്യങ്ങൾ ഇനിയും അവസാനിച്ചിട്ടില്ല. വീണ്ടും തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. മമ്മ ഇതുവരെ പ്രാങ്ക് കണ്ട് എത്തിയിട്ടില്ല. പിന്നെ വേറെ വയ്യില്ലാണ്ടപ്പോൾ ഞാൻ തന്നെ കയ്യിൽ നിന്നിട്ട് നമ്പർ. കാരണം വേറെ മമ്മ പ്രാങ്ക് ആവണില്ല. പട്ടാമി ഒരു ഫോൺ മാറിയോ കേട്ടോ. ഇത് ഡമ്മിയാണോ സാധനം മാറിക്കാണോ. ആ ചെക്കൻ്റെ നമ്പർ ഉണ്ടോ പറയാൻ ഡൈക്ക് വിളിച്ചോ. എൻ്റെ ഫോണോ അതിലുണ്ടോ നമ്പർ ഉണ്ടാവും. ഡമ്മിയോ ഓനിക്ക് അയച്ചെടുക്കും. അങ്ങനെ നമ്മൾ പ്ലാനിട്ട പോലെ പ്രാങ്കിയൊക്കെ നമ്മളെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഒറിജിനൽ ഫോൺ കൊടുക്കാനുള്ള ചടങ്ങ് മാത്രമേ ഉള്ളൂ ബാലൻസ്. അപ്പോൾ ഓക്കെ, ഞങ്ങൾ എടുത്തെടുത്തിട്ട് വരാം.